രാഹുലെ, ഒരു പ്രസ്ഥാനത്തിന്റെ തോൽവിക്ക് ആ പ്രസ്ഥാനത്തെ 5 വർഷം പരിചയമുള്ള മുഖ്യമന്ത്രിക്ക് ശക്തമായ ഒരു കൈ ഉണ്ടാവും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ 10 വർഷം ഭരിച്ച് ഒരു പ്രസ്ഥാനത്തെ പടുകുഴിയിലേക്ക് താഴ്ത്തിയിട്ടിട്ടും ഇന്നും തോൽവി സമ്മതിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷങ്ങൾക്ക് കാരണമായി തീരുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ സ്ഥാനം ഒരു ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങി ആടുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് അത്? കഴിഞ്ഞ ദിവസത്തെ CPM തന്നെ അപ്പോൾ അവരുടെ ഓരോ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കില്ലേ. ഇപ്പോൾ ക്യാപ്റ്റനെ നിയമിച്ചിട്ട് തന്നെ പല യോഗങ്ങളും നടന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണ്ണൂരിൽ നടന്ന അവരുടെ യോഗത്തില് വലിയ വിമർശനമാണ്. അതായത് പിണറായി വിജയന്റെ ശൈലിയും ഗോവിന്ദ മാഷിന്റെ ശൈലിയുമാണ്, അല്ലാതെ പാർട്ടി വിരുദ്ധതയോ ഭരണവിരുദ്ധതയോ ഒന്നുമല്ല യഥാർത്ഥത്തില് ജനങ്ങളുടെ മനസ്സിലുണ്ടായത്. അത് ഇവിടെ രണ്ടുപേരും ശൈലി തന്നെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ജനങ്ങൾക്കെതിരെ. ജനങ്ങളെ പച്ചക്ക് തെറി വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ വൈപ്പിനിൽ കുറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ വൈപ്പിനിലെ ജനങ്ങളെ ചീത്ത വിളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ. അതായത് ഇവനൊക്കെ സുനാമി വന്ന് മരിച്ചു പോകണം, ഇവനൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ വന്ന് നശിച്ചു പോകണം, എന്നാലേ ഇവനൊക്കെ പഠിക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാറുന്നത്. അപ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളൊക്കെ വികസനം നടത്തിയത് വോട്ടിന് വേണ്ടിയിട്ടാണോ? വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വികസനം നടത്തിയത്? ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവര് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളല്ലേ തന്നത് ഒരു കൂട്ടിൽ അടച്ചിട്ടിട്ട് അപ്പകഷ്ണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വായിച്ചാണ്, ഒരു കൂട്ടിൽ അടച്ചിട്ടിട്ട് അപ്പകഷ്ണങ്ങൾ കൊടുത്തു കഴിഞ്ഞാല് സ്വാതന്ത്ര്യമല്ല എല്ലാം. എന്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? സ്വാതന്ത്ര്യമില്ലെങ്കിൽ, സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ എന്ത് കൊടുത്തിട്ടൊരു കാര്യമില്ല. ഇനി സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യവുമില്ല. അല്ല, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ തേരോട്ടം. എന്താണെങ്കിലും അതിനൊരു അറുതി വരുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് തോൽവി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് തോൽവി അംഗീകരിച്ച് പറഞ്ഞു, ഞങ്ങൾ തോൽവി അംഗീകരിച്ചല്ലോ, ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കണം. അപ്പോഴും അതിൽ വിഷയമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ കമ്മിറ്റികൾ പിണറായി വിജയൻ വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനമാണ്. 10 വർഷത്തെ കേരളത്തെ നയിച്ച മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വേണ്ട എന്ന് പാർട്ടിയിൽ നിന്നും ഇത്തരത്തിലൊരു ശബ്ദം ഉണ്ടാകുമെന്ന് ഒരിക്കലും പാർട്ടി പോലും ചിന്തിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ശൈലിയും ഗോവിന്ദ മാഷിന്റെ ശൈലിയുമാണ്. ഈ ശൈലികൾക്ക് വലിയ വിഷയമുണ്ടെന്നേ. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോ കണ്ണൂര് ടി കെ ഗോവിന്ദൻ പോകുന്ന പോക്കില് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? പോകുന്നവരൊക്കെ പോകട്ടെ എന്നായിരുന്നു ഗോവിന്ദ മാഷിന്റെ ഒരു. ഇപ്പോ ജി സുധാകരൻ എന്തുകൊണ്ടാ പോയത്? ഗോവിന്ദ മാഷിന്റെ ഒരു ചിരിയാണ്. അതുവരെ അദ്ദേഹം പോണോ വേണ്ടയോ ഇങ്ങനെ മതിലേരിയിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ മാഷിന്റെ ഒരു ചിരി. എന്നാ ഞാൻ ഇപ്പുറത്തോട്ട് പോവാന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷിന്റെ ചിരി മാത്രമല്ല, അവിടെ ആ ചുവരെഴുത്തും ഭയങ്കരമായ ചുവരെഴുത്തല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ എപ്പോഴാണ് കാണുന്നത്? ഗോവിന്ദ മാഷിന്റെ ചിരിയാണ്. അതായത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇനി ജി സുധാകരന്റെ കാര്യത്തിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന നിലപാട്? ജി സുധാകരൻ പോയി. എന്താണെങ്കിലും രാഹുൽ, നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ തോൽവിയും അതിലെ മുഖ്യമന്ത്രിയുടെ കയ്യുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയെ നമുക്ക് മാറ്റി നിർത്താം. ഇതിനകത്ത് വേറൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ വേറെ ആരെയാണ് നിയമിക്കാൻ പോകുന്നത്? KN ബാലഗോപാലിന്റെ പേര് മാത്രം പിന്നീട് ഇത് പോളിറ്റ് ബ്യൂറോയിലൊക്കെ ഉള്ള ഒരാൾ എന്ന് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ അകത്ത് സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ KN ബാലഗോപാലാണ്. KN ബാലഗോപാലിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംവിധാനം കൊല്ലത്തേക്ക് പോകും. കൊല്ലം ലോബിയെ വളരാൻ അവർ അനുവദിക്കില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകും. ഈ കണ്ണൂരുള്ള ആളുകൾക്കൊന്നും, അല്ലെങ്കിൽ പിണറായി വിജയന്റെ കയ്യിൽ അധികാരമില്ലാത്തൊരു, പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഒരു കോക്കസ് ഉണ്ട്. എല്ലായിടത്തും ഓരോ കോക്കസുകളുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു, 10 കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന അദ്ദേഹത്തിന് ഈ പാർട്ടിക്കുള്ളിൽ കൃത്യമായിട്ട് കോക്കസ് ഉണ്ട്. ഈ പാർട്ടി അദ്ദേഹം ഒരു തന്റെ കൈക്കുള്ളിലാക്കി ഇങ്ങനെ കൊണ്ടുപോകും. പിണറായിയിലെ പാറപ്പുറത്ത് വളർന്ന പാർട്ടി പിണറായിയുടെ അടുക്കളപ്പുറത്ത് തന്നെ നിൽക്കണമെന്നുള്ള ഒരു രാഷ്ട്രീയം അവിടെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ജയശങ്കർ സാറിന്റെ ഒരു ഇത് കണ്ടതാണ്. അദ്ദേഹം പറയുന്നത് ഇനി അടുത്ത പിണറായി വിജയൻ ചെയ്യാൻ പോകുന്നത്, ഇനി 2 കൊല്ലക്കാലത്തോളം അദ്ദേഹമായിരിക്കും പ്രതിപക്ഷ നേതാവ്. ആ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ റിയാസിനെ എങ്ങനെയെങ്കിലും പോളിറ്റ് ബ്യൂറോയിലേക്ക് പോകും. അപ്പം പിന്നീട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ അംഗമാണല്ലോ.
അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാമെന്നുള്ള ചിന്തയായിരിക്കാം. അപ്പോ ആരെങ്കിലും സേഫ് ആക്കണമല്ലോ, മരുമോനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നു. എങ്ങനെയാണെങ്കിലും കൈവിട്ട് കളയില്ല. കണ്ണൂർ തന്നെ വേണം, അധികാരമല്ലേ, അല്ല പാർട്ടി കണ്ണൂർ തന്നെ വേണം. ഈ കണ്ണൂർ കോക്കസിന്റെ കയ്യിലാണ് എപ്പോഴും അധികാരം ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ഭാഗം മാത്രമാകുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് KN ബാലഗോപാലിലേക്ക് ഈ അധികാരം പോയി കഴിഞ്ഞാൽ പിന്നീട് അതൊരു കൊല്ലം കോക്കസ് ആവും. അതെ, കൊല്ലം തിരുവനന്തപുരം കോക്കസ്. അത് തെക്ക് ഉള്ള ആളുകളൊക്കെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് പോകും. പിന്നീട് അടുത്ത മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ പോലും പിന്നീട് ബാലഗോപാലിനെ ആയിരിക്കും പരിഗണിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്താണ് പാർട്ടി സൈലന്റ് ആയി. വേറെ എടുത്തു കാണിക്കുന്നവർക്ക് ഒരു മുഖമില്ല. പിണറായി വിജയന് ശേഷം അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറയും? ആരെയും കാണിക്കാനില്ല. ഉണ്ടായിരുന്ന ടീച്ചറിനെ ഒതുക്കി കളഞ്ഞു. ടീച്ചറിന്റെ കാര്യം എടുത്ത് നോക്കും. ടീച്ചർ ഇപ്പോ TK ഗോവിന്ദന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശൈല ടീച്ചറിനെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഒരു DYFIക്കാരനെ ഇട്ടത്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഔട്ട്കം വന്നത്? ശൈല ടീച്ചർ തോക്കുകയും ചെയ്തു, DYFIക്കാരന്റെ വോട്ട് ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അവിടെ 40,000 വോട്ടിന്റെ മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ് ശൈല ടീച്ചർ എന്ന് പറയുന്നത്. ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളാണ്. അപ്പോ ജയിപ്പിക്കാനായിരുന്നെങ്കിൽ പാർട്ടി മൊത്തത്തിൽ അങ്ങോട്ടല്ലേ പോകേണ്ടത്? പാർട്ടി സംവിധാനങ്ങൾ മൊത്തത്തിൽ, ഇപ്പൊ മുഖ്യമന്ത്രി ആണെങ്കിലും ബാക്കി ആളുകളാണെങ്കിലും പാർട്ടി സെക്രട്ടറി ആണെങ്കിലും അവിടെയല്ലേ പ്രവർത്തിക്കേണ്ടത്? KPCC പ്രസിഡന്റ് അല്ലേ തോൽപ്പിക്കേണ്ടത്? ഇപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? തളിപ്പറമ്പിൽ മറ്റേ ഗോവിന്ദ മാഷിന്റെ ഭാര്യയെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ തളിപ്പറമ്പിൽ കിടന്ന് ഉരുണ്ട് കളിച്ചു. പയ്യന്നൂര് പോയില്ല, അതേപോലെ തന്നെ പേരാവൂര് പോയില്ല, ഇവിടെ എങ്ങും പോയില്ല. അപ്പൊ സംഭവിച്ചത് എന്താണ്? അവരെല്ലാം തോക്കുകയും ചെയ്തു, തളിപ്പറമ്പിലും തോക്കുകയും ചെയ്തു. അതായത് ഒരു ഒത്തു നിൽക്കേണ്ട സമയങ്ങളിലൊന്നും ശൈല ടീച്ചറിനെ തോൽപ്പിക്കാൻ തന്നെയായിരുന്നു പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ടാണ് അവിടെ നിന്നും മാറ്റിയിട്ട് നേരെ KPCC പ്രസിഡന്റ് അടുത്തേക്ക് ഇട്ടത്. അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആണ്, എവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ജയിക്കും. അല്ല, ഈ വോട്ടെണ്ണലിന്റെ തലേദിവസം വരെ ടീച്ചറിന്റെ കോൺഫിഡൻസ് നമ്മൾ കണ്ടതാണ്. ടീച്ചർ ആയണ്ട് 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്ങാണ്ട് ജയിക്കുമെന്നുള്ള ഒരു വലിയ പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. അല്ല, അതൊക്കെ സ്വാഭാവികമാണല്ലോ. ടീച്ചർ അതിനുശേഷം പാർട്ടി പരിപാടിയിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതല്ലേ. എന്തിനാണ് എന്നെ തോൽക്കുമെന്ന് അറിഞ്ഞിട്ടും എന്നെ ഇവിടെ കൊണ്ടിട്ടത് ചില ആളുകളുടെ താല്പര്യമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ശൈല ടീച്ചർ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും മനസ്സിലായി അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ 2ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ആകുമെന്നുള്ള വലിയ പേരുകൾ ഉണ്ടായിട്ട് എന്റെ ശൈല ടീച്ചർ ഒരു മന്ത്രിസഭയിൽ പോലും എത്താതെ പോയത്? ടീച്ചറിന്റെ പരിഗണിക്കാൻ പോലും ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണ്? അതാണ് ഈ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ചില അടിസ്ഥാന അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും വളർന്നു വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവര് തട്ടി തകർക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും ബാലഗോപാലിലേക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് പാർട്ടി സംവിധാനങ്ങൾ അടിയറവ് വെക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല. പക്ഷേ ഈ എതിർപ്പിനെ പിണറായി എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ള ഒരു സംശയവും നിൽക്കുന്നുണ്ട്. കാരണം ഈ തോൽവി പൂർണ്ണമായും പിണറായിയുടെ കയ്യിൽ നിന്നാന്ന് പാർട്ടിക്ക് അറിയാം, ജനങ്ങൾക്കറിയാം, പ്രബുദ്ധ ജനതയ്ക്കറിയാം പിണറായി കാരണം കൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഇവരുടെ ഓരോ പാർട്ടി സമ്മേളനങ്ങളിലും ഇപ്പോൾ പിണറായി വിജയൻ വേണ്ട എന്നുള്ള മുറവിളികൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഇതിനെല്ലാം ഒടുവിൽ 1 വർഷത്തേക്ക് അദ്ദേഹം നിന്നതിന് ശേഷം മറ്റേ ആരെങ്കിലും ഏൽപ്പിക്കാം. എന്താണെങ്കിലും അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഒരുപാടുണ്ട്. നമ്മൾ കണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനുണ്ടായിരുന്ന ശാരീരിക അസ്വസ്ഥതകളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതാണെങ്കിലും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും പ്രായാധിക്യം കൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ പ്രതിപക്ഷ നിരയിലേക്ക് എല്ലാ ദിവസവും എത്തിച്ചേരാനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ പുതിയ ഒരാളെ നിയമിക്കാനുള്ള എല്ലാ സാധ്യതകളും 6 മാസത്തിനുള്ളിൽ പുതിയൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും.